ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നല്ലൊരു നാരങ്ങ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതാ 4 വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കുത്തുള്ള പാത്രത്തിൽ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ വച്ചേക്കുകയാണ്. ഇതാ അതൊന്ന് ആവി കയറിയൊക്കെ വന്നിട്ടുണ്ട്. നാരങ്ങ പൊട്ടാതെ വേണം നമ്മൾ ആവി കയറ്റിയെടുക്കാൻ. പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കയറുക, അപ്പോൾ പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ടാണേ. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഈ ആവി കയറ്റിയ നാരങ്ങ നല്ലപോലെ തുടച്ചതിന് ശേഷം ഇതിലിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. നാരങ്ങയുടെ പുറത്തുള്ള ജലാംശം എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കയ്പും കുറേയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തണുക്കാൻ മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം അത് നല്ലപോലെ തുടച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിനി അതിലേക്ക് ഇടാനുള്ള ഉപ്പ് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. 4 നാരങ്ങയ്ക്ക് ഇത്തിരി പുളിയുള്ള നാരങ്ങയാണ്. അപ്പോൾ ആ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഞാൻ ഒരു 4ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നാരങ്ങ അച്ചാർ അത്ര പ്രിയമല്ല ആർക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 4 നാരങ്ങയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. മാങ്ങ അച്ചാറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കട്ടിക്കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലെണ്ണയിൽ കായം വറുത്ത് പൊടിച്ച് വേണം ചേർക്കാൻ. ഇതിപ്പോൾ പൊടിക്കായ ആയതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമുക്കിതിലേക്ക് ഇടാൻ വേണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. കേടാകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാം ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് മിക്സിങ് ഒക്കെ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി വയ്ക്കണം. ചൂടാക്കി അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഒരു ചില്ല് കുപ്പിയിൽ അടപ്പ് നല്ല ടൈറ്റായിട്ടുള്ളൊരു ചില്ല് കുപ്പിയിലിട്ട് വയ്ക്കണേ. അപ്പോൾ നമ്മൾ അതുപോലെ ചില്ല് കുപ്പിയിലിട്ട് വെച്ചു. നമ്മൾ നേരത്തെ മാറ്റി വെച്ച നല്ലെണ്ണയില്ലേ, ചൂടാക്കി മാറ്റി വെച്ച നല്ലെണ്ണ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ എല്ലാ ഭാഗത്തും വരത്തക്ക വിധം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ടൈറ്റാക്കി അടച്ചു വയ്ക്കണം. ഇതിനി നമ്മൾ തുറന്നെടുക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.